ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമുക്ക് തന്നെ അറിയാം, ഇന്ത്യ ഇപ്പോൾ ലോക്ക്ഡൗണിലാണ്. അതുപോലെ തന്നെ US എടുത്ത് നോക്കിയാലും US ലോക്ക്ഡൗണിലാണ്. ലോകത്തിലുള്ള എല്ലാ എക്കണോമിയും ഈ ഒരു ലോക്ക്ഡൗണിലുള്ളൊരു സമയത്ത് ഏത് നാട്ടിലാണോ ആദ്യമായിട്ട് ഈ ഒരു വൈറസിനെ നമ്മൾ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഏത് നാട്ടിലാണോ ഈ ഒരു വൈറസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, ആ നാട്, അതായത് നമുക്കറിയാം ചൈന വീണ്ടും അവരുടെ പഴയ ലൈഫിലേക്ക്, ന്യൂ ലൈഫിലേക്ക്, അല്ലെങ്കിൽ അവരുടെ പഴയ മുൻപുണ്ടായിരുന്ന സാധാരണ രീതിയിലുള്ള ലൈഫിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണെന്നാണ് ചൈന ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു പുതിയൊരു ലൈഫ് ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാ നാടുകളും ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിൽ ഇരിക്കുന്ന സമയത്ത് ആലോചിക്കുന്ന മറ്റൊരു കാര്യമാണ് എങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിലെ ബിസിനസ്സിനെ ഇൻക്രീസ് ചെയ്യാം, എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നാടുകളും ഈ ഒരു ലോക്ക്ഡൗണിൽ ഇരിക്കുമ്പോഴും. ചൈന ഈ സമയത്ത് മറ്റുള്ള നാടുകളിൽ നിന്ന് ക്രൂഡ് ഓയിൽ മേടിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്രൂഡ് ഓയിലിൽ നിന്നാണ് ഈ ഒരു പെട്രോൾ, അതുപോലെ തന്നെ ഡീസൽ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ക്രൂഡ് ഓയിലിൽ നിന്നാണ്. അത് മറ്റ് നാടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന കാര്യം മുതൽ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയും. അതായത് ഈ മാസ്ക്, അതുപോലെ തന്നെ ഗ്ലൗസ്, അതുപോലെ തന്നെ ഈ ഒരു അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ്, അതിനെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കൺട്രി എന്ന് പറയുന്നത് ചൈനയായിരുന്നു. ഈ ചൈനയിൽ നിന്നും ഇനി മറ്റ് നാടുകളിലൊക്കെ ഈ ഒരു സാധനം ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, മറ്റു നാടുകളിലൊക്കെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സിന്. ഇനി മുതൽ നമ്മൾ മറ്റു നാടുകളിലേക്ക് ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സിന് അയച്ചു കൊടുക്കില്ലെന്നും, അവർക്ക് സ്വന്തം നാട്ടിൽ ചൈനയിൽ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ, ചില നാടുകളിൽ മാത്രമേ അവർ ഈ ഒരു ലൈസൻസ്, അതായത് സ്വന്തം നാട്ടിലത്തേക്ക് ഈ ഒരു ലൈസൻസ് ഉള്ള ആൾക്കാർ മാത്രമേ ചില നാടുകളിലേക്ക് ഇനി മുതൽ വളരെ കുറച്ച് നാടുകളിലേക്ക് മാത്രം, അല്ലെങ്കിൽ അവർ പറയുന്ന ചില നാടുകളിലേക്ക് മാത്രമേ ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ചൈന പറയുന്ന. അങ്ങനത്തെ ഒരു റൂൾ ഇപ്പോൾ ചൈന കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് നാടുകളിലേക്ക് ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സിനെ ചൈന ഇനി എക്സ്പോർട്ട് ചെയ്യത്തില്ലെന്നും, എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇനി കൊടുക്കത്തില്ലെന്നും പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള ട്വിസ്റ്റിങ്ങും ടേണിംഗ് പോയിൻറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ചൈന വീണ്ടും ചൈന വീണ്ടും ഈ ഒരു വൈറസിൽ നിന്ന് രക്ഷപ്പെട്ടോ, ഫുള്ളായിട്ട് ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലുള്ള ഒരു കൺട്രിയും ഈ ഒരു വൈറസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ബട്ട് ഇപ്പോൾ ചൈന മാത്രമാണ് ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വൈറസ് സ്പ്രെഡ് ആവുന്നതിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരേ ഒരു നാടെന്ന് പറയുന്നത് ചൈന മാത്രമാണ്. ഈ ഒരു ചൈന മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വൈറസിനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിയർലി ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു കേസും, ന്യൂ കേസസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കേസ് എല്ലാം തന്നെ മറ്റു നാടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണ് ഈ ഒരു വൈറസ് ഉള്ളതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയിലുള്ള ആർക്കും ഇപ്പോൾ ഒരു അസുഖം ഇല്ലയെന്ന് പറഞ്ഞിട്ട് ചൈന ഈസ് ബാക്ക് വിത്ത് എ ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്കതിന് പറയാം. ആ ഒരു രീതിയിൽ ചൈനയിൽ ഇപ്പോൾ ഒരു കേസും ഇല്ലെന്നാണ് ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ള വേറൊരു കാര്യം, ഇതിൻ്റെയോടൊപ്പം തന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ലോകത്തിലുള്ള G20 കൺട്രികളെല്ലാം തന്നെ, ഈ ഒരു 20 കൺട്രികളെല്ലാം, ലോകത്തിലെ എല്ലാ ഡെവലപ്ഡ് കൺട്രികളും ഈ ഒരു ലോക്ക്ഡൗണിലിരിക്കുന്ന ഈ ഒരു സമയത്ത് ചൈന ഞാൻ ഓക്കെയാണ്, എനിക്കിപ്പോൾ വൈറസ് ഒന്നുമില്ല, നമ്മുടെ നാട്ടിലിപ്പോൾ ആർക്കും ഈ കേസ് സ്പ്രെഡ് ആവുന്നില്ല, കേസ് ആർക്കും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പഴയ മറ്റു നാടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണ് ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു അസുഖം ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം നമ്മൾ റിക്കവർ ചെയ്ത് അവരെല്ലാവരും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ചൈന പറയുമ്പോൾ, അതിലാണ് മറ്റൊരു പ്രോബ്ലം ഉള്ളത്. എന്ത് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മാർക്കറ്റിലാണ് ഈ ഒരു വൈറസ് ആദ്യമായിട്ട് ഉടലെടുത്തതെന്നും, ആ ഒരു മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു വൈറസ് ലോകം മൊത്തം സ്പ്രെഡായി ഇപ്പോൾ ഇത്ര വലിയൊരു ഗുരുതരാവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. ആ ഒരു മാർക്കറ്റിന് നമ്മൾ വെറ്റ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് വെറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പട്ടി, പൂച്ച, പാമ്പ്, അതുപോലെ തന്നെ എലി, പെരുമ്പാമ്പ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജീവനോടെ ഒരു കേജിനകത്ത് വെച്ചിരിക്കുന്നതാണ്. ആൾക്കാർ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിനെ കട്ട് ചെയ്ത് അത് കണക്ക് തന്നെ എടുത്ത് കൊടുക്കും. അതിനാണ് വെറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രൈ മാർക്കറ്റും വെറ്റ് മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജീവനോടെ അങ്ങനെ വൃത്തിശൂന്യമായിട്ട്, വളരെ വൃത്തിയൊന്നും കാണാത്ത രീതിയിൽ അതിനെ കേജിനകത്ത് തന്നെ വെച്ചിരിക്കും ഈ ഒരു അനിമൽസിനെയൊക്കെ. ആ സമയത്ത് ഡ്രൈ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അനിമൽസിനെയൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ച് അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് ഡ്രൈ മാർക്കറ്റ് എന്ന് പറയുന്നത്. ചൈനയിലെ ഈ ഒരു വെറ്റ് മാർക്കറ്റ് വീണ്ടും തുറന്ന് പ്രവർത്തിച്ചു. അയ്യോ, ഈ ഒരു വെറ്റ് മാർക്കറ്റിൽ നിന്നല്ലേ ഈ ഒരു വൈറസൊക്കെ സ്പ്രെഡായത്, അപ്പോൾ വീണ്ടും അത് തുറന്ന് പ്രവർത്തിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് യാഥാർത്ഥ്യം. ഈ ഒരു വെറ്റ് മാർക്കറ്റ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയിൽ. അതിനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിലുള്ള ഉൾനാട്ടിലുള്ള പാർട്ടികളാണ് അതിനൊരു കാരണം. കാരണം ഉൾനാട്ടിലുള്ള ഈ ഒരു പാർട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വളരെ ഫോക്കസ് ചെയ്ത് ഈ ഒരു വെറ്റ് മാർക്കറ്റിന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. വെറ്റ് മാർക്കറ്റിൽ വളരെ വൃത്തിയായിട്ടാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഒരു അസുഖമൊന്നും ഉണ്ടാകാത്ത ഉള്ളൊരു രീതിയിലാണോ വെറ്റ് മാർക്കറ്റിലും അനിമൽസിനെയൊക്കെ കേജിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നോക്കിയാണ് നമ്മളിപ്പോൾ ആ ഒരു വെറ്റ് മാർക്കറ്റിനെ നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് അവിടുത്തെ ഉള്ള പാർട്ടികളൊക്കെ പറയുന്നത്.
ഈ ഒരു കാര്യത്തിന് ഇൻ്റർനാഷണൽ മീഡിയാസുകളെല്ലാം എടുത്ത് ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു വുഹാനിലെ ഈ ഒരു വെറ്റ് മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു വെറ്റ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നത് ശരിയല്ല. കാരണം ലോകം മൊത്തം ഈ ഒരു സ്പ്രെഡ് അനുഭവിച്ച് അത്രയും വ്യാപനത്തിൽ അത്രയും വലിയൊരു സിറ്റുവേഷനിലിരിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു വെറ്റ് മാർക്കറ്റ് തുറക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ മൂലമാണ് നമ്മൾ ബാക്കിയുള്ള നാടുകളൊക്കെ കഷ്ടപ്പെടുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണെന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ഡിബേറ്റുകളൊക്കെ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇൻ്റർനാഷണൽ മീഡിയയിൽ മൊത്തം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നത് പുതിയതായിട്ട് ആരെങ്കിലും ഒരു വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അതിന് നമുക്ക് കണ്ടൻറ്റിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന മുഴുവനായിട്ട് ഈ ഒരു പഴയ രീതിയിലുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. ആ ഒരു ന്യൂ ലൈഫ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് അവർ അതിലേക്ക് തന്നെ മാറിയോ, ന്യൂ ലൈഫിലേക്ക് ഒരു മാറിയോ എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അത് എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ ഏറ്റവും കുറച്ച് ഈ ഒരു വൈറസ് സ്പ്രെഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ടിബറ്റ് ഉണ്ട്, പിന്നെ ഒരു എഡ്ജിലുള്ള അനവധി നാടുകളുണ്ട്. ഈ നാട്ടിലൊക്കെയാണ് ഏറ്റവും കുറവായിട്ട് ഈ ഒരു വൈറസ് സ്പ്രെഡ് ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ്, അവരുടെ നാട്ടിൽ അതിന് പ്രൊവിൻസ് എന്നാണ് പറയുന്നത്. പ്രൊവിൻസിലൊക്കെ ഉള്ള ആൾക്കാരോട് പറയുന്നത്, ഇവിടുത്തെ അധികാരികൾ പറയുന്നത്, ഓരോ പ്രൊവിൻസിനോടും നിങ്ങൾക്ക് പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകാം, നമുക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, കേസൊന്നും സ്പ്രെഡ് ആകുന്നില്ല, നിങ്ങൾക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് അവസാനം എവിടെയാണ് വന്ന് എത്തി നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹബോ എന്ന് പറയുന്ന പ്രൊവിൻസിൽ, ചൈനയിലെ ഹബോ എന്ന് പറയുന്ന പ്രൊവിൻസിൽ വുഹാൻ എന്ന് പറയുന്ന ആ ഒരു നാട്ടിലാണ് വന്ന് അവസാനമായിട്ട് എത്തിയിരിക്കുന്നത്. കാരണം വുഹാനിലെ വെറ്റ് മാർക്കറ്റ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ചൈനയിലെ അധികാരികളൊക്കെ പറയുന്നത്, നമ്മൾ വുഹാനിലെ ഈ ഒരു വെറ്റ് മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുകയാണ്. അത് ഏത് രീതിയിലാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഏകദേശം ഈ ഒരു വുഹാൻ സിറ്റിയിലേക്ക് പോയി വരുന്ന ട്രെയിൻ എന്ന് പറയുന്നത് 500ഓളം ട്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു 500 ട്രെയിനും അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പബ്ലിക് പ്ലേസുകളെല്ലാം അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റ് എല്ലാം അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു ടൂറിസം അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മാനുഫാക്ചറിങ് പ്ലാന്റ്സ് എല്ലാം അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവരും വീണ്ടും തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂള് കോളേജൊക്കെ തുറന്ന് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഏകദേശം ഒരു 60 ദിവസത്തോളം ലോക്ക്ഡൗണിലായിരുന്ന ഈ ഒരു കൺട്രി വീണ്ടും ഫുൾ ടോട്ടലായിട്ട് ഈ ഒരു വുഹാൻ സിറ്റി അടക്കം അവർ എന്ത് ചെയ്യുന്നുണ്ട്, വെറ്റ് മാർക്കറ്റ് അടക്കം അവർ ഫുൾ ടോട്ടലായിട്ട് തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ അത്രത്തോളം ടോട്ടലായിട്ട് അവർ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്തെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്ന ഈ ഒരു കാര്യം, ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽഫ് ഡിസ്റ്റൻസ് നമ്മൾ പാലിക്കണം. ആ ഒരു കാര്യത്തിൽ ചൈന ഇപ്പോഴും ബോധവാന്മാരാണ്. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വൈറസ് ഇപ്പോൾ അവിടെ നിന്ന് സ്പ്രെഡ് ആവുന്നത് കുറഞ്ഞ് അവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിലും പുറത്തുനിന്ന് വരുന്ന ആർക്കെങ്കിലും ഒരു പക്ഷേ ഈ ഒരു വൈറസ് ഉണ്ടെങ്കിൽ അത് സെൽഫ് ഡിസ്റ്റൻസ് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് പടർന്ന് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു സെക്കൻഡ് വേവ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും സെൽഫ് ഡിസ്റ്റൻസ് പാലിക്കണമെന്നാണ് ഇപ്പോൾ ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടാതെ വേറെയും ചില കാര്യങ്ങൾ ചൈന ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയുള്ള ആൾക്കാരുടെ ഫോണിലൊക്കെ അവർ QR കോഡ് കൊടുക്കുന്നുണ്ട്. QR കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എവിടെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എത്ര ആൾക്കാർ കൂട്ടത്തോടെ നിൽക്കുന്നുണ്ടോ, എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന അവരുടെ സർവൈലൻസ് എന്ന് പറയുന്ന വേറൊരു രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇത് ഫോർ എക്സാമ്പിൾ, ഇത് എങ്ങനെയാണ് അവർ പ്രാവർത്തികമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലം കാണുമല്ലോ, ആ ഒരു കാര്യം തന്നെ എടുക്കാം. അവിടെ തന്നെ ഹോട്ടൽസ് നമ്മുടെ നാട്ടിലൊക്കെ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഹോട്ടൽസുകൾ കാണാം. അതിനെ അവിടെ ഹോട്ട് പോട്ട്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഹോട്ട് പോട്ട്സിൽ അവിടെ ആൾക്കാർ കൂട്ടത്തോടെ നിൽക്കാൻ പാടില്ല. അവർ സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സീറ്റിൽ മാത്രമേ ഇരിക്കാവൂ. നല്ല രുചികരമായിട്ടുള്ള, നമ്മൾ സ്ട്രീറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കാറുണ്ടല്ലോ, സ്ട്രീറ്റ് സൈഡിൽ നിന്നൊക്കെ, അതുപോലുള്ള സ്ഥലത്തിന് അവിടെ ഹോട്ട് പോട്ട്സ് എന്നാണ് പറയുന്നത്. അവിടെ ആൾക്കാർ കൂട്ടത്തോടെ നിൽക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏകദേശം ഒരു 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 50 സീറ്റിൽ മാത്രമേ ആൾക്കാർ ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സെൽഫ് ഡിസ്റ്റൻസ് അത്രത്തോളം അവർ ഇത് ചെയ്യുന്നുണ്ട്. അത്രത്തോളം അവരിപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. അത്രത്തോളം ശ്രദ്ധയോടെ കൊണ്ടുപോകുന്നൊരു കാര്യമാണ് സെൽഫ് ഡിസ്റ്റൻസ്. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർ വീണ്ടും തിരിച്ച് പഴയതുപോലെ ജോലിക്ക് പോകാൻ തുടങ്ങി, കോളേജിൽ പോകാൻ തുടങ്ങി, പഠിക്കാൻ പോകാൻ തുടങ്ങി. വീണ്ടും ഒരു പഴയ രീതിയിലുള്ള ജീവിതം അവരിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയെ വളരെയധികം ബാധിച്ച ഒരു നമ്പറുണ്ട്. ഒരു കണക്കിലൊരു വളരെയധികം ബാധിച്ച ഒരു നമ്പറുണ്ട്. അതായത് ഒരു 1990 ശേഷം ചൈനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എക്കണോമി ഇത്രയധികം ശൃംഖാവുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒരു 60 ദിവസം ലോക്ക്ഡൗണിൽ ചൈന ഇരുന്നതുകൊണ്ട് തന്നെ ചൈനയുടെ എക്കണോമിക്കലി അത് അത്രത്തോളം ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ശൃംഖാവാമെന്ന് ചൈന പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയിൽ ജോലി നഷ്ടപ്പെട്ട ആൾക്കാരുടെ കണക്കെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ അതിപ്പോൾ 6% ആണെന്നാണ് ചൈന പുറത്തുവിട്ട റിപ്പോർട്ട്.
അതായത് ഏകദേശം അത്രത്തോളം ആൾക്കാർക്ക് ചൈനയിൽ ജോലി ഇല്ലാതായിട്ടുണ്ടെന്നാണ് ചൈനയിലുള്ള അധികാരികൾ പറയുന്നത്. പക്ഷേ ചൈനയുടെ കണക്കിൽ ഇതൊരു വലിയ നമ്പർ തന്നെയാണ്. ചൈനയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ രീതിയിൽ ഒരു 6% രീതിയിൽ ആൾക്കാർക്ക് ജോലി ഇല്ലാതായിട്ടുള്ളതെന്ന് പറയുന്ന ഒരു വലിയ നമ്പർ തന്നെയാണ് ചൈനയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മീഡിയകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ നിങ്ങൾ സത്യത്തിൽ എത്ര പേർക്കാണ് ഈ ഒരു കൊറോണ വൈറസ് ബാധിച്ചതെന്നുള്ളൊരു നമ്പർ, അല്ലെങ്കിൽ എത്ര ആൾക്കാരാണ് മരിച്ചു പോയിട്ടെന്നുള്ളൊരു കൗണ്ട് നമുക്ക് തരണം. കാരണം മറ്റുള്ള കൺട്രികളെ നിങ്ങളെ തെറ്റായിട്ട് പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളൊരു കറക്റ്റായിട്ടുള്ളൊരു കൗണ്ട് തരണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു 6% എന്ന് നിങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട്, അതായത് അവിടുത്തെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ജോബ്ലെസ് ആയിട്ടുള്ള ഒരു 6% എന്ന് പറയുന്ന കണക്ക് അത് സത്യമല്ല. അതിനെക്കാട്ടിയും 10 മടങ്ങാവാം നിങ്ങളുടെ നാട്ടിൽ ജോബ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്ന ഒരു കാര്യവും ഇൻ്റർനാഷണൽ മീഡിയയിൽ പറയുന്നുണ്ട്. എത്രയാണ് കറക്റ്റായിട്ടുള്ള കൗണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര പേർക്കാണ് അവിടെ ബാധിച്ചിട്ടുള്ളതെന്നോ എത്ര പേർക്കാണ് അവിടുത്തെ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് ജോബ് നഷ്ടപ്പെട്ടതെന്നുള്ളൊരു കറക്റ്റായിട്ടുള്ള കൗണ്ട് ഒരു മീഡിയയും ഇതുവരെയും കൊടുത്തിട്ടില്ല. പക്ഷേ ചൈന പറയുന്നത് വെച്ചിട്ട് അവിടുത്തെ ഈ ഒരു 6% എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ജോബ് നഷ്ടപ്പെട്ട ആൾക്കാരുടെ കണക്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ചൈന എങ്ങനെ വീണ്ടും തിരിച്ചവർക്ക് അവരുടെ ആ ജോലി കൊടുക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഏകദേശം ഒരു 60 ദിവസത്തോളം ചൈന ലോക്ക്ഡൗണിലായിരുന്നു. ഈ ഒരു 60 ദിവസത്തോളം ചൈന ലോക്ക്ഡൗണിലായിരുന്ന സമയത്ത് അവിടെയുള്ള ചെറിയ ചെറിയ ബാങ്കുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങൾ, ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ആയിരുന്ന സമയത്ത് ഇവിടെ എങ്ങും ബിസിനസ് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു അടി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെ ചൈനയുടെ ഉൾനാട്ടിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന ഈ ഒരു വൈറസിനെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, മോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ, ഈ ഒരു വൈറസ് സ്പ്രെഡ് ആവുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചൈനയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 14 ഹോസ്പിറ്റലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 14 ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഹോസ്പിറ്റലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് കെട്ടിയ 14 ഹോസ്പിറ്റലുകളാണ്. ഇതിൽ ഒരു 9 ഹോസ്പിറ്റൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽസുകളിൽ ചികിത്സിക്കാനായിട്ട് രോഗികളില്ല, നമുക്കിപ്പോൾ ചികിത്സിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഹോസ്പിറ്റലൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയിൽ ഈ ഒരു ഹോസ്പിറ്റലിലൊക്കെ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 3000-ഓളം ഡോക്ടേഴ്സ് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്, ചികിത്സിക്കാൻ ആൾക്കാരില്ലാതെ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നമ്മൾ ലോങ് ലീവ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും നമ്മൾ ലീവ് കൊടുത്തു. നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു കേസും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഫ്രീ ആണ് എന്ന് ചൈന പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ശരി, ആ ഒരു കാര്യത്തിൽ ചൈന സൂപ്പറാണ്, അടിപൊളിയാണ്. ചൈന അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണോ ഈ ഒരു കാര്യത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന പിക്കോഷ്യസ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യം തന്നെ എടുക്കാം. മുമ്പൊക്കെ ചൈനയിൽ ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ആയാലും ഗൗൺ ആയാലും മാസ്ക് ആയാലും ഇതൊക്കെ ബാക്കിയുള്ള കൺട്രിയിലൊക്കെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു 60 ദിവസം ചൈന ലോക്ക്ഡൗണിൽ ഇരുന്നതിന് ശേഷം ഇപ്പോൾ ഒരു പുതിയൊരു ജീവിതം ആരംഭിക്കുമ്പോഴത്തേക്ക് ചൈന പറയുന്നത്, നമുക്ക് ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സുകൾ ബാക്കിയുള്ള കൺട്രിയിലേക്ക് ഇനി മുതൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചില കൺട്രികളിൽ മാത്രമേ, അതും ലൈസൻസ് ഉള്ള, നമ്മുടെ നാട്ടിൽ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ബാക്കിയുള്ള കൺട്രിയിലേക്ക് ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് എക്യുപ്മെൻറ്റ്സ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ മറ്റു കൺട്രിയിലുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് എടുത്ത് വെച്ചിട്ടാണ് ഇൻ്റർനാഷണൽ മീഡിയകളൊക്കെ ചൈന ഇപ്പോൾ പിക്കോഷ്യസ് ആയിട്ടാണ് ഉള്ളതെന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വിൽക്കാൻ ലൈസൻസ് ഉള്ളവർ മാത്രം വെളിനാട്ടിൽ വിറ്റാൽ മതി. ഇതിനു മുമ്പ് വെളിനാട്ടിലൊക്കെ വിറ്റുകൊണ്ടിരുന്ന ലൈസൻസ് ഉള്ള ആൾക്കാർ ഇനി മുതൽ വെളിനാട്ടിൽ വിൽക്കേണ്ട. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അവിടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ ഒരു 60 ഡേയ്സ് ലോക്ക്ഡൗണിൽ ഇരുന്നതിന് ശേഷം ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സുകൾ അത്രത്തോളം ആവശ്യമാണ്, നമുക്ക് അവിടെ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് മറ്റു നാട്ടിലുള്ളവർക്ക് വിറ്റാൽ മതി എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യത്തിന് സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ മെയിനായിട്ട് പല രീതിയിലാണ് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് 2 തലത്തിലാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഒരു കാര്യം ഡിബേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ചൈന ചെയ്യുന്നത് വളരെ ശരിയാണ്. സ്വന്തം കാര്യം നോക്കിയിട്ട്, അല്ലെങ്കിൽ സ്വന്തം നാടിൻ്റെ കാര്യം നോക്കിയിട്ട് നമ്മൾ മറ്റുള്ള നാടിനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ ആൾക്കാർ പറയുന്നുണ്ട്. വേറൊരു സൈഡിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന ഇങ്ങനെ സെൽഫിഷ് ആവാൻ പാടില്ല, ചൈന ഇങ്ങനെ സ്വന്തം കാര്യം നോക്കിയിട്ട് മറ്റുള്ള നാടിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന്, ഇത്രത്തോളം സെൽഫിഷായിട്ട് പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 2 തലത്തിൽ പല രീതിയിലുള്ള ഡിബേറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ.
ശരി, ചൈന ഈ ഒരു കാര്യം ചെയ്യുന്നത്, അതായത് സ്വന്തം നാടിനെ നോക്കിയിട്ട് മറ്റു നാടിനെ നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യം തന്നെയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണിത്. ഈ സമയത്ത് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം ചൈനയുടെ എക്കണോമി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ബാധിച്ചിട്ടുണ്ട്, വളരെയധികം ശൃംഖായിട്ടുണ്ട്. അവിടെയുള്ള ജോബ്ലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ചൈനയിൽ താരതമ്യേന അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കൂടുതലാണ്. ഈ സമയത്ത് നമ്മൾ വേൾഡ് ലെവലിലുള്ള ഒരു എക്കണോമിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ വിട്ടുകളയാൻ പറ്റാത്തൊരു മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓയിലാണ്. ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലാണ് ഈ ഒരു പെട്രോൾ, ഡീസൽ, ഫ്ലൈറ്റിൽ ഒഴിക്കുന്ന ഓയിൽ, ഇതൊക്കെ നിർമ്മിക്കുന്ന ഈ ഒരു ക്രൂഡ് ഓയിലാണ്. മെയിനായിട്ട് ചൈനയിൽ ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓയിലിൻ്റെ വില പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 60 ദിവസം ലോക്ക്ഡൗണിൽ ഇരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ചൈനയിൽ ആർക്കും ഇത് ആവശ്യമില്ലാതായി, അതായത് ആരും ഇത് ഉപയോഗിക്കാതായി, ഓയിൽ ആരും ഉപയോഗിക്കാതായി, വണ്ടിയൊന്നും അധികമായിട്ടും ഓടാത്ത രീതിയിൽ, അതായത് ആരും പുറത്തൊന്നും പോകുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലായപ്പോഴത്തേക്ക് ആർക്കും ഓയിലൊന്നും വേണ്ടാത്തൊരവസ്ഥയായി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലോകം മൊത്തം ഈ ഒരു ലോക്ക്ഡൗണിലിരിക്കുന്ന സമയത്ത് അധികം വെഹിക്കിൾസ് ഒന്നും ഓടാത്തതുകൊണ്ട് തന്നെ എന്തെയ്യുന്നു, വേൾഡ് ലെവലിൽ ഈ ഒരു ഓയിലിൻ്റെ വില എന്ന് പറയുന്നത് അത്രത്തോളം താഴെത്തട്ടിൽ ഇടിഞ്ഞൊരവസ്ഥയിൽ ചൈന ഈ ഒരു സമയത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് ചൈനയുടെ കയ്യിലുള്ള ടോട്ടൽ സ്റ്റോക്ക് ഓഫ് പിൽസ് ഓഫ് ക്രൂഡ് ഓയിൽസിനെയും അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, ശേഖരിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു നാടുകളിൽ നിന്നൊക്കെ അവർ ഈ ഒരു ക്രൂഡ് ഓയിൽസിനെയൊക്കെ വാങ്ങിച്ച് ശേഖരിച്ച് വെക്കുകയാണെന്ന് ഇന്നലത്തെ ഒരു ന്യൂസിൽ ഹൈലൈറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഗവൺമെൻറ്റ്സിൻ്റെ ഗോഡൗൺസിലും വാങ്ങിച്ച് ശേഖരിച്ച് വെക്കുന്നുണ്ട്. അവിടുത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഗോഡൗൺസിലും വാങ്ങിച്ച് ഈ ഒരു ക്രൂഡ് ഓയിൽസിനെ ശേഖരിച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചൈന പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് വില കുറവായതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ച് ശേഖരിച്ച് വെക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു പ്രോബ്ലംസിലൊക്കെ തീർന്നു കഴിഞ്ഞാൽ ചൈനയിലല്ല, ലോകത്തിൽ മൊത്തം ഈ ഒരു ക്രൂഡ് ഓയിൽസിൻ്റെ വില വർദ്ധിക്കുന്ന സമയത്ത്, ഈ ഓയിൽസിൻ്റെ വില വർദ്ധിക്കുന്ന സമയത്ത് നമുക്കിതെടുത്ത് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു കാര്യം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ചൈന ബിസിനസ്സിൻ്റെ കാര്യം നോക്കിയിട്ട്, ഏത് രീതിയിൽ നോക്കിയിട്ടാണ് ബിസിനസ്സിനെ അവർ കൊണ്ടുപോകുന്നതെന്നുള്ളൊരു കാര്യം, ഏത് രീതി നോക്കിയാണ് ചൈന ബിസിനസ്സിലേക്ക് അവരിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ഏത് രീതിയിലാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇനി പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറ്റ് മാർക്കറ്റിൻ്റെ കാര്യം. വെറ്റ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു വൈറസ് ഉണ്ടായെന്നറിയാം. അവിടുത്തെ വെറ്റ് മാർക്കറ്റിൽ നിന്നാണ് ഉണ്ടായെന്നറിയാം. ഈ ഒരു വെറ്റ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ അവിടെയുള്ള ഈ ഒരു കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കഴിക്കാത്ത രീതിയിലുള്ള മൃഗങ്ങളെയൊക്കെ അവർ കഴിക്കും, അനിമൽസിനെയൊക്കെ അവർ കഴിക്കും. ആ ഒരു അനിമൽസിനെയൊക്കെ എടുത്ത് കേജിനകത്ത് അവർ ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കും. ഒരാൾ വന്ന് ചോദിക്കുന്ന സമയത്ത് അവരത് കട്ട് ചെയ്ത് അവർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ വെറ്റ് മാർക്കറ്റിലുള്ളത്. ഇത് പല വർഷങ്ങളായിട്ട് അവിടെയുള്ള ചൈനയിലുള്ള ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മെയിനായിട്ട് ഇത് അവിടുത്തെ സാധാരണ രീതിയിലുള്ള സാധാരണക്കാരാണ് ഈ ഒരു വെറ്റ് മാർക്കറ്റ് നടത്തുന്നത്. അത് ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർപ്പറേറ്റ്സ് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്, നടത്തുന്നത് സാധാരണക്കാരാണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവിടെയുള്ള സർക്കാരിന് ഈ ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റത്തില്ല, മതിയായത് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവിടുത്തെ സർക്കാർ ഈ ഒരു വെറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തതും അതിപ്പോൾ ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത്, ഈ ഒരു സിറ്റുവേഷനിൽ അത് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് നമ്മളിത് ഈ ഒരു കാര്യത്തിൽ വളരെ പ്രിക്കോഷ്യസ് ആണെന്നും നമ്മളിത് വളരെ അധികമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നും ചൈനയിലുള്ള അധികാരികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഒരു എന്തെങ്കിലും പ്രോബ്ലംസുകളുള്ള അനിമൽസുകളെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടോ, അതുപോലെ തന്നെ വൃത്തിയായിട്ടാണോ കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ നമ്മളിത് ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് ഈ ഒരു വിഷയത്തിൽ, നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലുള്ള US-ൻ്റെ ഹെഡ് ഈ ഒരു സമയത്ത് പബ്ലിക്കായിട്ട് വന്നിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വെറ്റ് മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. കാരണം ലോകം മൊത്തം ഈ ഒരു സ്പ്രെഡായി, മൊത്തത്തിൽ വ്യാപനത്തിലായി, മൊത്തത്തിൽ സിറ്റുവേഷനിലിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു വെറ്റ് മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു വൈറസ് ലോകം മൊത്തം സ്പ്രെഡായെന്നാണ് പറയുന്നത്. ഇത് കൺഫേം അല്ല, പക്ഷേ ഇവിടെ നിന്നാണ് സ്പ്രെഡായെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ദയവേത് തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ലെന്ന് US-ൻ്റെ ഹെഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ഇൻ്റർനാഷണൽ മീഡിയ ലെവലിൽ പല രീതിയിൽ ഡിബേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യം. അതുപോലെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് നമുക്കറിയാം വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സിൽ എല്ലാ കൺട്രിയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ചൈനയിൽ നിന്നാണെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്നതും ചൈനയിൽ നിന്നാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ചൈന കൊണ്ടുവന്നൊരു റൂൾ എന്ന് പറയുന്നത്, അധികം ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സിൽ നമ്മളെ നാട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ള കൺട്രിയിലേക്ക് അയക്കാൻ പാടുള്ളൂ. അത് നമ്മളെ നാട്ടിൽ വിൽക്കാനുള്ള ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ബാക്കിയുള്ള നാട്ടിലേക്ക് ഈ കാര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂൾ കൊണ്ടുവന്നു. അതിന് മുമ്പ് തന്നെ ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സുകൾ അയക്കുന്ന കൺട്രികൾ, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ എന്ത് ചെയ്തുകൊണ്ട് ഒരുപാട് കൺട്രിയിലേക്ക് ഈ സാധനം എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സ്പെയിനും നെതർലാൻഡും ലക്ഷക്കണക്കിന് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ നാട്ടിലേക്ക് എത്തി. അത് എത്തിയതിന് ശേഷം അവരിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ N95 എന്ന് പറയുന്നൊരു മാസ്ക് ഉണ്ട്. ആ മാസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് ചുറ്റുമുള്ള ഫുൾ പൊല്യൂഷൻസ് 95 പൊല്യൂഷൻസെല്ലാം അവർ ക്ലിയർ ചെയ്തിട്ട് നല്ല ശുദ്ധവായു ഒരു മാസ്കിലൂടെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു മാസ്കിൻ്റെ ട്യൂബ് ശരിയല്ല, അത് നിർമ്മിച്ച രീതി ശരിയല്ല, അതിൻ്റെ എന്തെയ്യുന്നുണ്ട് മെക്കാനിസം ശരിയല്ല, അതിൽ പ്രോബ്ലംസുകളാണ് ഉള്ളത്. ഈ മാസ്ക് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സ്പെയിനും നെതർലാൻഡും അവർ എക്സ്പോർട്ട് ചെയ്ത ഒരു സ്റ്റോക്ക് മൊത്തം അവർ തിരിച്ച് ഇമ്പോർട്ട് ചെയ്യാണ്, അവരുടെ നാട്ടിലേക്ക് തിരിച്ച് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ കാശ് തിരിച്ച് മതി, നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഗുണനിലവാരം ഇല്ലാത്ത ഈ ഒരു സാധനം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവർ തിരിച്ച് നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതും വേൾഡ് ലെവലിൽ പല രീതിയിലുള്ള ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പല രീതിയിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടും. സോ ഫൈനലി ഫൈനലി പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ യൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചൈന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ യൂസ് ചെയ്യത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ നിന്നും എല്ലാ നാടുകളിലേക്കും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം, കൊണ്ടുവരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് മാത്രമാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അല്ലാതെ ചൈനയിൽ നിന്ന് വേറെ ഒരു സാധനം ആരും ഒരു കൺട്രികളും മേടിക്കുന്നില്ല. കാരണം എല്ലാം ലോക്ക്ഡൗൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചൈനയിൽ നിന്ന് വേറൊരു സാധനം ആരും തന്നെ മേടിക്കുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഗോ മാർഗ്ഗത്തിലുള്ള എല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റും അതുപോലെ തന്നെ കപ്പൽ വഴിയൊക്കെ കൊണ്ടുവരുന്ന എല്ലാ രീതിയും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ നിന്നും ആർക്കും ഇനി മുതൽ ഒരു പ്രൊഡക്ട്സും വേണ്ടാന്നും പറഞ്ഞിട്ട് ഈ ഒരു പേഴ്സണൽ എക്യുപ്മെൻറ്റ്സ് മാത്രമേ എല്ലാവർക്കും ഇപ്പോൾ ആവശ്യമായിട്ടുള്ളൂ, വേറെ ഒരു പ്രോഡക്ട്സും ഇനി നമുക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് എല്ലാം ക്ലോസ് ചെയ്ത് വെക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ചൈന എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയ്ക്ക് ബിസിനസ് മാർഗ്ഗത്തിൽ അല്ലെങ്കിൽ എക്കണോമി മാർഗ്ഗത്തിൽ ഇത് വലിയൊരു അടിയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു കാര്യമൊക്കെ ഇൻ്റർനാഷണൽ മീഡിയയിലൊക്കെ ഹൈലൈറ്റ് ന്യൂസായിട്ട് പറയുന്ന കാര്യമാണ്, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചൈന ഈ ഒരു സിറ്റുവേഷനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്നേ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ചൈന ബാക്കിയുള്ള നാട്ടിൽ നിന്നും സാധനമൊന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ സേഫാണ്, അതുകൊണ്ട് നമുക്ക് മറ്റു നാട്ടിൽ നിന്നും ഒരു പ്രൊഡക്ട്സോ സാധനങ്ങളോ ഒക്കെ കൊണ്ടുവന്നിട്ട് സപ്പോസ് ഇനിയൊരു സെക്കൻഡ് വേവ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിൽ അവരിന് ഒരു സാധനം വേണ്ടെന്ന് പറഞ്ഞ് ചൈന എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ നാടും നമ്മുടെ കൺട്രികളും ഒക്കെ എന്താണ് ഇതേ ഒരു സിറ്റുവേഷനിൽ ചൈനയിൽ നിന്ന് ഒന്നും വേണ്ട, നമുക്കൊന്നും വേണ്ട, ഈ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷനിൽ രണ്ട് കൺട്രികളും തമ്മിലിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചൈനയ്ക്ക് ഇനി ഒരു സെക്കൻഡ് വേവ് വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇനി വീണ്ടും ചൈനയിൽ നിന്ന് ഈ ഒരു സാധനം വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ അത് വീണ്ടും നമ്മുടെ നാട്ടിന് പ്രശ്നമാകും എന്നുള്ളൊരു സംശയമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തിൽ ചൈന എന്ത് ചെയ്യുന്നു, ചൈനയുടെ ഒരു എക്കണോമി പരമായിട്ട് ചൈന ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് മാർഗ്ഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഒരു ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് ഒരു 15-ാം തീയതിക്ക് ശേഷം കൺഫേം ആയിട്ടില്ല, നമ്മളെ നാട് വീണ്ടും പഴയ രീതിയിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാടും ഈ ഒരു എക്കണോമി പരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ ഒരു സമയത്ത്. അപ്പോൾ നമ്മുടെ നാട് എക്കണോമി പരമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ, സപ്പോസ് ആ ഒരു സമയത്ത് ലോക്ക്ഡൗണൊക്കെ മാറി നിൽക്കുമ്പോൾ എക്കണോമി പരമായിട്ട് മുന്നോട്ട് വരണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ നാട്ടിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഇത്രയുമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഈ ഒരു കാര്യം എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ ചാനൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സ്നേഹപൂർവ്വം നസീം. ബൈ എവരിവൺ.